മർദ്ദനമേറ്റ ചികിത്സയിലിരിക്കെ 70-കാരൻ മരിച്ചു. വിതുര സ്വദേശി റഫീഖാണ് മരിച്ചത്. രണ്ടുപേർ വീട്ടിൽ കയറി മർദ്ദിച്ചെന്നാണ് റഫീഖ് പോലീസിന് നൽകിയ മൊഴി. വിതുര പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിരിക്കുകയാണ്. സുനിഷ യലൂർ വിവരങ്ങളുമായ. സുനിഷ, ഈ മർദ്ദനത്തിലാണോ ഇപ്പോൾ ഇദ്ദേഹം മരിച്ചിരിക്കുന്നത്? സ്മൃതി, നിലവിൽ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. അതായത് 2 ആഴ്ച മുന്നേ രണ്ടുപേർ ഈ വീട്ടിലേക്ക് കയറുകയും ആക്രമിക്കുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ് റഫീഖ് ഈ മർദ്ദനത്തിനിരയായി ഇപ്പോൾ മരിച്ചിരിക്കുന്ന റഫീഖ് ഡോക്ടറോട് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് ഒരാഴ്ച മുമ്പ് ഇങ്ങനെ രണ്ടുപേർ വന്ന് ആക്രമിച്ചു. പിന്നാലെ തന്നെ അന്ന് ആരും കണ്ടിരുന്നില്ല. പക്ഷേ ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇയാൾ ചോര ഛർദ്ദിച്ച് വീട്ടിലിരിക്കുന്നതായി ശ്രദ്ധയിൽപ്പെടുന്നതും ആളുകൾ ഇയാളെ ആശുപത്രിയിലേക്ക് എത്തിക്കുകയും ചെയ്തത്. അതിന്റെ ഭാഗമായി ചികിത്സയിൽ കഴിയുകയായിരുന്നു. ഇന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വെച്ച് പുലർച്ചെ 3 മണിയോട് കൂടിയാണ് മരണം സംഭവിക്കുകയും ചെയ്യുന്നത്. പിന്നാലെയാണ് പോലീസ് അന്വേഷണവുമായി എത്തിയപ്പോൾ ബന്ധുക്കൾ പറയുന്നത് ഇയാൾ നേരത്തെ ഇത്തരത്തിൽ മർദ്ദനമേറ്റിരുന്നു എന്ന് ആശുപത്രിയിൽ എത്തിയപ്പോൾ ഡോക്ടർമാരോട് പറഞ്ഞിരുന്നു എന്നുള്ളതാണ് നിലവിൽ അറിയാൻ കഴിയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ വിതുര പോലീസ് കേസെടുത്ത് അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. ഏതായാലും ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷവും ഒപ്പം തന്നെ പോസ്റ്റ്മോർട്ടം നടത്തി അതിന്റെ റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമാണ് കൃത്യമായി ഇതിലൊരു വിവരം ലഭിക്കുകയുള്ളൂ. വാരിയലുകൾക്ക് പൊട്ടലുണ്ട് എന്നുള്ളത് തന്നെയാണ് നിലവിൽ ഇപ്പോൾ ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ ആരാണ് ഈ മർദ്ദനത്തിന് മർദ്ദിച്ചിരിക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. ഏതായാലും അത്തരം പരിശോധനകളിലേക്ക് പോലീസ് കടക്കുമെന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. സ്മൃതി, സുനിഷ യലൂരാണ് വിവരങ്ങൾ നൽകിയത്.